ഞാൻ NEP വന്ന സമയത്ത് ആ ഡോക്യുമെന്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും എനിക്ക് താല്പര്യമുള്ള ലാംഗ്വേജ് എന്നുള്ള മേഖലയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോളിസി എങ്ങനെയാണ് ലാംഗ്വേജ് മേഖലയിൽ ഭാഷയെക്കുറിച്ചിട്ട് ഇപ്പോൾ കുറച്ച് പേര് സംസാരിച്ചു. അപ്പോൾ ഭാഷാ മേഖലയിൽ എത്രത്തോളം ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള ഒരു വിഷയമാണ് പ്രധാനമായിട്ടും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലാംഗ്വേജിന്റെ കാര്യം പറയുമ്പോൾ ഇംഗ്ലീഷിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഹിന്ദി കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. ഇപ്പം 2020 സ്വരാജ്യ മാഗസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘപരിവാറിന്റെ ഒരു തിങ്ക് ടാങ്ക് ഇറക്കുന്ന ഒരു മാസികയുണ്ട്. അത് ഓൺലൈൻ അവൈലബിൾ ആണ്. അതിൽ വന്നിട്ടുള്ള ഒരു ലേഖനം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്ര കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് ദ പ്രോബ്ലം, ദ ലാംഗ്വേജ് ഇറ്റ് ഈസ് കൺസീവ്ഡ് ഇൻ ഈസ് എന്നാണ്. അതായത് ഭരണഘടന ഒരു പ്രശ്നമല്ല, ആ ഭരണഘടന സങ്കല്പിക്കപ്പെട്ട ഭാഷ ഒരു പ്രശ്നമാണ് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതേ രീതിയിൽ ഒരു സപ്പീർ ഹൈപ്പോത്തിസിസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ആശയം അതിനകത്ത് തന്നെ NEP-കകത്ത് തന്നെ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഈ പറഞ്ഞ സ്വത്വത്തിന്റെ ഉള്ളടക്കമാണ് ഭാഷയിൽ നിന്നൊക്കെയുള്ള ഒരു ആശയങ്ങൾ തരത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എന്നുള്ളത് ഇന്ത്യയിലെ ഹിന്ദു രാഷ്ട്രത്തെ തടയുന്ന ഒരു എലമെന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടി മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ആശയമാണ് ആ ലേഖനം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹിന്ദുരാഷ്ട്ര ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഉള്ളിടത്തോളം കാലം ഹിന്ദുരാഷ്ട്ര സാധ്യമാവില്ല എന്നുള്ളൊരു ആശയം കൂടി അത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇംഗ്ലീഷിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇന്ത്യയിൽ പ്രാദേശിക ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രാദേശിക ഭാഷകൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ കൂടുതലും ഊന്നുന്നത് ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് ലാംഗ്വേജുകളും അതുപോലെ തന്നെ ക്ലാസിക്കൽ ലാംഗ്വേജുകളാണ്. അതിനപ്പുറത്തേക്ക് ഇന്ത്യയിലുള്ള ലാംഗ്വേജ് ഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ട് കൃത്യമായിട്ട് എക്സാമ്പിൾ വെച്ചിട്ടുള്ള വിശദീകരണങ്ങളൊന്നുമില്ല. അതിനകത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റ് ലാംഗ്വേജുകൾ തന്നെയാണ് ഒരു തരത്തിൽ ഇത് ചെയ്യുന്നത്. അതിനകത്ത് ഹിന്ദി ബെൽറ്റിനകത്തുള്ള ലാംഗ്വേജുകളൊക്കെ ഇപ്പോൾ പ്രാദേശിക ഭാഷകളെ കുറിച്ചിട്ട് പ്രാഥമിക തലത്തിൽ എന്താണ് പറയുക, പ്രാദേശിക ഭാഷകൾ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത് അത് നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ഹിന്ദി ഭാഷയിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്നുള്ള രീതിയിലാണ് പ്രാദേശിക ഭാഷകൾ, ഭോജ്പൂരി അടക്കമുള്ള പ്രാദേശിക ഭാഷകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഹിന്ദിയിലേക്കുള്ള ചവിട്ടുപടി എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി ബെൽറ്റിനകത്ത് ഹിന്ദി അവരുടെ ഒരു ഡോമിനൻറ്റ് ലാംഗ്വേജ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ പോളിസി. അതുകൊണ്ട് തന്നെ അവർ നോൺ ഹിന്ദി പ്രദേശത്തുള്ള സമൂഹത്തോട് നിങ്ങളുടെ ഭാഷയിൽ ഡിഗ്രി തലം വരെ ഇംപ്ലിമെന്റ് ചെയ്യൂ എന്ന് അവർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ കേരളവും തമിഴ്നാട്ടിലൊക്കെ പ്രാദേശിക ഭാഷയിൽ പ്രത്യേകിച്ച് മലയാളത്തിലോ തമിഴിലോ ഒക്കെ എഡ്യൂക്കേഷൻ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹിന്ദി ബെൽറ്റിനകത്ത് ഹിന്ദി അവർക്ക് സുഖമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി അതിന്റെ പിന്നിലുള്ള അജണ്ട ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹിന്ദി ബെൽറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഈ മേഖല ഹിന്ദി ഡോമിനേഷൻ ഉറപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ ഒരു തരത്തിൽ മറ്റ് ലാംഗ്വേജ് ഡൈവേഴ്സിറ്റിയെ അതിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് എന്നുള്ളൊരു കാര്യം കൂടി അതിനകത്തുണ്ട്. പിന്നെ ഇപ്പോൾ 3 ലാംഗ്വേജ് ഫോർമുലയ്ക്കകത്ത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 1968 ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 3 ലാംഗ്വേജ് പോളിസിക്കകത്ത് ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷാണ്, മറ്റേ ലാംഗ്വേജ് മദർ ടങ് ആണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള ലാംഗ്വേജ് റീജിയണൽ ലാംഗ്വേജ്. മൂന്നാമത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത് മൂന്നാമത്തെ ലാംഗ്വേജ് നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് സൗത്ത് ഇന്ത്യയിൽ ഹിന്ദി, അതേസമയം നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പ്രിഫറബിളി ലാംഗ്വേജ് ഓഫ് സത്തേൺ ലാംഗ്വേജ് എന്നാണ് കോത്താരി കമ്മീഷനിൽ പറയുന്നത്. ആ സത്തേൺ ലാംഗ്വേജ് പ്രിഫർ ചെയ്യണം എന്നുള്ള ഒരു ആശയം നമ്മുടെ പുതിയ NEP-യിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഇതിന് പകരം കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള NEP നോർത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. പലയിടത്തും സംസ്കൃതമാണ് ഈ പറഞ്ഞ 3rd ലാംഗ്വേജ് ആയിട്ട് വരുന്നത്. സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജുകൾ നോർത്ത് ഇന്ത്യയിൽ സെലക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ 3rd ലാംഗ്വേജ് ആയിട്ട് വരുന്നത് സംസ്കൃതമാണ്. പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിനകത്ത് 3rd ലാംഗ്വേജ് ആയിട്ടാണ് വരുന്നത്. ഒന്നാമത്തെ ഭാഷ ഇംഗ്ലീഷാണ്, രണ്ടാമത് ഹിന്ദി ആയിട്ട് വരുന്നു, പിന്നെ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ ഒന്നാമത്തെ ഭാഷയായിട്ട് വരുന്നു. പിന്നെ അടുത്ത ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ്. സംസ്കൃതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹിന്ദി ബെൽറ്റിൻ്റെ ഒരു പ്രൈഡായിട്ട് മാറുകയും ആ ഒരു കോമൺാലിറ്റിക്കകത്ത് സംസ്കൃതം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വലിയൊരു പ്രശ്നം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് സാധനം. സംസ്കൃതത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സന്ദർഭത്തിലും ഈ കാര്യം പറയുന്നുണ്ട്. 3rd ലാംഗ്വേജ് സംസ്കൃതമാവണം എന്നുള്ള ഒരു നിർദ്ദേശം ആവാം, സംസ്കൃതമാണ് സാധ്യത എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശം തന്നെ എനിക്ക് കാണാം. കോത്താരി കമ്മീഷൻ ഇതിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പ്രിഫറബിളി സത്തേൺ ലാംഗ്വേജ് എന്നുള്ളൊരു ടേമിന് പകരം സംസ്കൃതത്തിന് അവിടെ പ്ലേസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് പോളിസിക്കകത്ത് തന്നെ ഈ ഒരു ആശയം വരുന്നു എന്നുള്ളതാണ് അടുത്താണ് കൂടുതൽ പ്രശ്നം വരുന്നത്. പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞു ട്രൈബൽ ലാംഗ്വേജുകളും റീജിയണൽ ലാംഗ്വേജുകളൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ അത് ഹിന്ദിയിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്
പിന്നെ ഒരു കാര്യം, അത് മറച്ചു വെക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ഭാഷകൾ വംശനാശ ഭീഷണിയെ നേരിടുന്നതിനെ കുറിച്ച് NEP-യിൽ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഭീഷണിയുടെ കാരണം എന്താണ് എന്ന് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നില്ല. കൃത്യമായിട്ടല്ല, അതിന്റെ കാരണം ഇംഗ്ലീഷാണ് എന്നുള്ള രീതിയിലാണ് ഉള്ള സൂചനകളാണ് നൽകുന്നത്. യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യൻ ഭാഷകൾ ഇല്ലാതാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹിന്ദിയാണ്, ഹിന്ദി ഭാഷ തന്നെയാണ്. ഹിന്ദി എന്നുള്ള തന്നെ ഒരു കൃത്യമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഷയാണ്. അതിലേക്ക് വ്യത്യസ്തമായിട്ട് പോകുന്നില്ല. ഇപ്പോൾ തടവിൽ കിടക്കുന്ന ഹാനി ബാബു മാഷ് യൂട്യൂബിലൊരു അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഉണ്ട്. അദ്ദേഹം അവസാന കാലത്ത്, അവസാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഖനം പ്രസന്റ് ചെയ്തിട്ടുള്ള സാധനമുണ്ട്. ഹിന്ദി എങ്ങനെയാണ് നോർത്ത് ഇന്ത്യൻ സമൂഹത്തിലെ ഭാഷകൾ ഇല്ലാതാക്കുന്നത് എന്നുള്ള ഒരു സ്പീച്ച് അദ്ദേഹം യൂട്യൂബിൽ നടത്തുന്നുണ്ട്, ഹാനി ബാബു. ആ കാര്യം ഇതിനകത്ത് പറയുന്നതിന് പകരം ഇംഗ്ലീഷാണ് ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്ത്യൻ ഭാഷകൾക്ക് പ്രാധാന്യം കിട്ടാത്തത് എന്നുള്ള രീതിയിൽ അത് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ ഭാഷകൾ ഇന്ത്യയിൽ പഠിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിലുള്ള എനിക്ക് ലിസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോഴേ എനിക്ക് അതിനകത്തൊരു ക്യൂരിയോസിറ്റി തോന്നി. ഇംഗ്ലീഷാണ് ഒന്നാമതായിട്ട് അതിനകത്ത് സൂചിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് ഒരു വിദേശ ഭാഷയായിട്ടാണ് ഇന്ത്യയിൽ പഠിപ്പിക്കപ്പെടുക എന്നുള്ള രീതിയിലാണ് ഈ പുതിയ NEP അവതരിപ്പിക്കുന്നത്. ഇംഗ്ലീഷിനെ കുറിച്ചൊരു ഒരുപാട് കാര്യം പറയാനുണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച്, ജർമ്മൻ, ഹീബ്രു, കൊറിയൻ, ജാപ്പനീസ്, ഇത്രയും ഭാഷകളാണ് അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് വിദേശ ഭാഷകൾ എന്നുള്ള രീതിയിൽ. ആലോചിച്ച് നോക്കുമ്പോഴും ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഇംഗ്ലീഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസാരിക്കപ്പെടുന്നത് ചൈനീസും അറബിക്കുമാണ്. ഈ രണ്ട് ലാംഗ്വേജ് കൃത്യമായിട്ട് ഇതിനകത്ത് ഒഴിവാക്കപ്പെട്ടതിൻ്റെ ഒരു രാഷ്ട്രീയം. അതുപോലെ തന്നെ റഷ്യൻ ഭാഷകൾ ഒക്കെ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മധ്യപ്രദേശിലാണ് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് MBBS കോഴ്സ്. അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകൾ പല സ്ഥലങ്ങളിലും ഹിന്ദിയിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ MBBS കോഴ്സ് മധ്യപ്രദേശിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും 2 കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ എല്ലാവർക്കും ആക്സസിബിൾ ആവുക എന്നുള്ളതാണ്. അതിന് പകരം എല്ലാവർക്കും മെഡിസിൻ ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ട് ഹിന്ദി ഭാഷയെ അവിടെ അനുവദിക്കുകയും അതിലൂടെ പിന്നെ എല്ലാ എന്താണ് പറയുക റൂറൽ മേഖലയിലുള്ള ആൾക്കാർക്ക് കൂടി മെഡിസിൻ പ്രാപ്യമാകുന്ന രീതിയിലേക്ക് ഉള്ളൊരു സാധ്യതയാണ് എന്നുള്ള രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് റൂറൽ മേഖലയിലുള്ളവർ, പ്രത്യേകിച്ച് മാർജിനലായിട്ടുള്ള കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള ആൾക്കാർ ഹിന്ദി സെലക്ട് ചെയ്യുകയും ബാക്കിയുള്ളവർ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യും. പ്രത്യേകിച്ച് അപ്പർ കാസ്റ്റുള്ള ആൾക്കാർ, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലുള്ള ആൾക്കാർ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു ഡിവൈഡ് നോർത്ത് ഇന്ത്യയിൽ ഇന്ന് കാണാൻ കഴിയും. അത് ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും കൂടി നമുക്ക് കാണാൻ കഴിയും. ഇംഗ്ലീഷ് നമുക്ക് പ്രാപ്യമാവുന്നില്ലെങ്കിൽ അത് പ്രാപ്യമാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഡിവൈഡ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ലാംഗ്വേജ് ഡിവൈഡ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹിന്ദി ഒരു സാധ്യതയാക്കിയിട്ട് എടുക്കുന്നതിനകത്ത് ഈ സൊസൈറ്റിക്കകത്ത് തന്നെ 2 ഡിവിഷൻ ഉണ്ടാക്കുകയാണ്. ഇപ്പം MBBS പഠിച്ചവരിൽ ഇംഗ്ലീഷിൽ MBBS പഠിച്ചവരുടെ ഒരു സൊസൈറ്റി, ഹിന്ദിയിൽ MBBS പഠിച്ചവരുടെ ഒരു സൊസൈറ്റി ഉണ്ടാകാൻ അവരുടെ ഇടയിലുള്ള പ്രിവിലേജ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഈ രീതിയിൽ അതുണ്ടാക്കുന്ന വലിയൊരു ഇമ്പാക്റ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹിന്ദിയിൽ ഡിഗ്രി ഓപ്പർച്യൂണിറ്റീസ് നോർത്ത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് ഹിന്ദി നോർത്ത് ഇന്ത്യയിൽ ഒരു ഭാഷയാക്കുന്നതോടുകൂടി, ഈ പറഞ്ഞ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ ആക്കുന്നതോടുകൂടി ഇന്ത്യയിലുള്ള മൂവ്മെന്റുകൾ ഇല്ലാതാവുന്നതാണ്. എഡ്യൂക്കേഷൻ ആസ്പിറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മൂവ്മെന്റുകൾ ഇല്ലാതാവാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ, ഇപ്പം ഞാൻ ഡൽഹിയിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം സൗത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ സാധ്യതകൾ ഇല്ലാതാവുകയും നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് അതിൻ്റെ ആയിട്ടുള്ളൊരു ജൈവമണ്ഡലമായിട്ട് നിലനിൽക്കുകയും മിക്സിങ്ങിനുള്ള സാധ്യതകൾ ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ്. ഇത് ഹിന്ദി മേഖലയിൽ ഉണ്ടാക്കുന്ന ഈ കൺസോളിഡേഷൻ സൗത്ത് ഇന്ത്യയിലും വലിയ രീതിയിൽ ബാധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ തമിഴ്നാട്ടിൽ തമിഴ് കോൺസോളിഡേഷനും കേരളത്തിൽ മലയാളമായിട്ട് മലയാള ഐക്യവേദി പോലുള്ള സംഘടനകൾ കേരളത്തിൽ മലയാളത്തിന്റെ ഒരു ഡോമിനേഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. ഇത് ഒരു അർത്ഥത്തിൽ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഹിന്ദി കൺസോളിഡേഷന്റെ റിസൾട്ടും കൂടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും ഒക്കെ മോണോലിംഗ്വൽ ആയിട്ടുള്ള ഒരു കൺസോളിഡേഷൻ രൂപപ്പെടുന്നതിന് ഒരു കാരണത നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മോണോലിംഗ്വലിസം എന്ന് പറയുന്നത് മറ്റൊരു പ്രതിസന്ധിയായിട്ട് നമ്മുടെ സമൂഹത്തിനകത്ത് നിൽക്കും അത് വരും എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷനും മാധ്യമം മലയാളമായി മാറുന്നതോടുകൂടി കേരളത്തിൽ തന്നെയുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾ, പ്രത്യേകിച്ച് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റികൾ, അവർക്കുണ്ടാകുന്ന വലിയൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ ഇങ്ങോട്ട് വരുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്ന സാധ്യതകൾ ഇല്ലാതാവുകയാണ്. തൽക്കാലം നിർത്തുന്നു. ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. കൃത്യമായിട്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അല്ല NEP എന്നുള്ളത്. അതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടാണ്. ഇപ്പം അപ്പം ആ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇപ്പം ഇക്വിറ്റിയെ കുറിച്ചിട്ടും ഒക്കെ പ്ലൂറാലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ അനിൽമാഷ് പറഞ്ഞ പോലെ നമ്മൾ NEP എടുത്തിട്ട് മോഡലാക്കി എടുക്കല്ല, നമ്മളൊരു പുതിയൊരു സിസ്റ്റം മുന്നോട്ട് വെക്കുകയും അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ഇതിനകത്ത് ഈ ഒരു കൈവസിനകത്ത്
വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത്. എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ സിലബസിനകത്ത് കുറച്ചുകൂടി ഇടപെടാനുള്ള ഒരു ശ്രമങ്ങൾ പ്രത്യേകിച്ച് മാർജിനൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ശ്രമിക്കുകയും സിലബസിനകത്ത് വലിയൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ സിലബസിനകത്ത് മാറ്റം വരുമ്പോൾ തന്നെ മാത്രമേ നമ്മുടെ സിസ്റ്റത്തിനകത്ത് മാറ്റം വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സിലബസിനകത്ത് ഇടപെടാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുക, സിലബസിനെ വിമർശിക്കുക. അപ്പം ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സിലബസുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സിലബസിന്റെ പ്രശ്നങ്ങളെ വിമർശിച്ചുകൊണ്ട് നിരന്തരം എഴുതാനും മറ്റൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പം കവികളിപ്പോൾ അശോകൻ മറിയൂരും സുകുമാരൻ ചാലികദ്ദയൊക്കെ സിലബസിനകത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സിലബസിനകത്ത് വരുന്നത് ഇപ്പോൾ കവിതയുടെ ഒരു ചരിത്രത്തിനകത്തല്ല വരിക. സുകുമാരൻ ചാലികദ്ദ ദളിത് കവിത അല്ലെങ്കിൽ ദളിത് സാഹിത്യം എന്നുള്ളൊരു കാറ്റഗറിക്കകത്താണ് വരിക. ഈ രീതിയിൽ ദളിത് സ്റ്റഡീസിനകത്തേക്ക് ഒരു വിഭാഗത്തെ കൊണ്ടുവരികയും CIF അടക്കമുള്ള ആൾക്കാർ കഥാസാഹിത്യത്തിന്റെ ചരിത്രത്തിൽ അവർക്ക് അടയാളം ഇല്ല. അതിന് പകരം പ്രത്യേകിച്ച് ഒരു സെക്ഷൻ ഉണ്ടാക്കിയിട്ട് ദളിത് സ്റ്റഡീസ് എന്നുള്ള ടേമിലൊക്കെ വന്നിട്ട് അതിനകത്ത് CIF അടക്കമുള്ള ആൾക്കാരെ പഠിപ്പിക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ് നമ്മൾ നിൽക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നായർ, നമ്പൂരി, സവർണ്ണ സാഹിത്യമാണ് നമുക്ക് പഠിക്കേണ്ടതുള്ളതാണ് ഇന്ന് നിലനിൽക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില ടോക്കൺസ് ആയിട്ട് മാത്രം മാർജിനൽ കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് OBCയുടെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ OBC കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആൾക്കാർ പോലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് സിലബസിനകത്ത് റെപ്രസെന്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ സമൂഹം കുറച്ചും കൂടി മൾട്ടിലിംഗ്വൽ ആവുകയും മൾട്ടി കൾച്ചറൽ ആവുകയും ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അതിനുള്ള ശ്രമങ്ങൾ കൂടി നടത്തണമെന്ന് പറയാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് മാർജിനൽ സെക്ഷനിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകളൊക്കെ വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സ്വകാര്യമായിട്ടുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് മിനിമലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പം അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ഒരു മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ക്രെഡിറ്റിന്റെ ഭാഗമായിട്ട് മാറും. അത്തരം ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഇതിനകത്ത് ഇടപെടാൻ പറ്റുന്ന ഒരു സാധ്യതയാണ്. ഇപ്പം ഗവൺമെന്റിന്റെ അക്രഡിറ്റേഷനോട് കൂടി ഒരു സ്ഥാപനം, ചെറിയ രീതിയിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുകയാണെങ്കിൽ തന്നെ അത് ഈ രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ മേഖലയിലുള്ള ഒരു കടന്നുവരവായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കൂടി ഇതിനകത്ത് സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം.